ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഹംബോൾട്ട്സ് എനിഗ്മ, മൈൻഡ്ഫുൾനെസ് സിറ്റി പ്രൊജക്ട്, ന്യൂട്രിയൻ ബേസ്ഡ് സബ്സിഡി സ്കീം, നാഷണൽ ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊട്ടക്ഷൻ സെൻറ്റർ, എക്കണോമിക് ഗ്രോത്ത് വേഴ്സസ് ഇനീക്വാലിറ്റി, പ്രോസ് ആൻഡ് കോൺസ് ഓഫ് സൈമൾട്ടേനിയസ് ഇലക്ഷൻസ്, പ്ലേസസ് ന്യൂസായിട്ട് ജോർദാൻ. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹംബോൾട്ട്സ് എനിഗ്മയെ കുറിച്ചാണ്. ഈ ഹംബോൾട്ട്സ് എനിഗ്മ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് ഇന്നത്തെ ദ ഹിന്ദുവിൻ്റെ സയൻസ് പേജിനകത്ത് അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ഹംബോൾട്ട്സ് എനിഗ്മ ആൻഡ് വാട്ട് ഡസ് ഇറ്റ് മീൻ ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഹംബോൾട്ട്സ് എനിഗ്മ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ എക്കോളജി ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. യൂഷ്വലി നമ്മൾ ഈ എക്കോളജിക്കകത്ത് ഫോറസ്റ്റിനെ കുറിച്ചും അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് പറയാറുള്ളത് ശരിക്കും നമ്മുടെ ട്രോപ്പിക്കൽ റീജൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഇക്വേറ്ററിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ നോർത്തിലേക്കോ സൗത്തിലേക്കോ പോകുന്തോറും ബയോഡൈവേഴ്സിറ്റി കുറഞ്ഞു വരും എന്നാണ് പറയുക. അതാണ് ഒരു യൂഷ്വൽ ട്രെൻഡ് എന്ന് പറയുന്നത്, ഡിക്രീസിങ് ബയോഡൈവേഴ്സിറ്റി വെൻ വി ഗോ അവേ ഫ്രം ദി ഇക്വേറ്റർ. ഓക്കെ, പക്ഷേ ഹംബോൾട്ട്സ് എനിഗ്മ എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു ജനറൽ കൺസെപ്റ്റ് ഉണ്ടെങ്കിലും നമ്മൾ മൗണ്ടൈനസ് റീജിയനിലേക്ക് പോകുന്ന സമയത്ത് ഈ മൗണ്ടൈനസ് റീജിയനിൽ വലിയ രീതിയിലുള്ള ബയോഡൈവേഴ്സിറ്റി നമുക്ക് കാണാൻ പറ്റും. അത് എസ്പെഷ്യലി ട്രോപ്പിക്കൽ റീജിയനിലാണ് നമുക്ക് കാണാൻ പറ്റുക. ഇപ്പോൾ ഇത് ഇക്വേറ്ററാണ്. ഇക്വേറ്ററിൻ്റെ അവിടെ നിന്ന് നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് നോർമലി ഒരു ഡിക്രീസിങ് ട്രെൻഡ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയാണ് കാണുന്നത്. പക്ഷേ ഇവിടെ നമുക്കൊരു മൗണ്ടൈൻ ഉണ്ടെങ്കിൽ ഈ മൗണ്ടൈൻ്റെ റീജിയൻ എത്തുമ്പോഴേക്കും ഈ ബയോഡൈവേഴ്സിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പരസ്പരം കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു കൺസെപ്റ്റിനെയാണ് അല്ലെങ്കിൽ ഈ ഒരു പ്രകൃതിയുടെ ഒരു സ്വഭാവത്തിനെയാണ് ഹംബോൾട്ട്സ് എനിഗ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ജനറലി നമ്മൾ വിശ്വസിക്കുന്ന ഒരു കോമൺ തിയറിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഇതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൗണ്ടെയിൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വൈറ്റലായിട്ടുള്ള എലമെൻ്റ് ആണ് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നാണ് പറയുക. അപ്പോൾ എന്തുകൊണ്ടാണ് മൗണ്ടൈനസ് ടെറൈനിൽ അല്ലെങ്കിൽ മൗണ്ടെയിൻസിൽ ഇത്തരത്തിലുള്ള നമ്മൾ നോർമലി കാണുന്ന ഈ ട്രെൻഡിന് വിരുദ്ധമായിട്ട് മൗണ്ടെയിൻസിൻ്റെ അവിടെ കുറച്ചും കൂടി ഒരു റിച്ച് ഇൻ ബയോഡൈവേഴ്സിറ്റി വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രധാനമായിട്ടും പറയുന്ന കാരണങ്ങൾ മൗണ്ടെയിൻസിനകത്ത് വരുന്ന വളരെ വേരിയഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ്. ഓക്കെ, അത് അതിൻ്റേതായിട്ടുള്ളൊരു ക്ലൈമാറ്റിക് കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകും. അവിടുത്തെ ജിയോളജി, എവല്യൂഷണറി പ്രോസസ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൗണ്ടെയിൻ റീജിയൻസിൽ ഇത്തരത്തിലൊരു നോർമലി കാണുന്നതിനേക്കാളും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി കൊടുക്കാൻ കാരണമാകുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് ഹംബോൾട്ട്സ് എനിഗ്മ എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് മൈൻഡ്ഫുൾനെസ് സിറ്റി പ്രൊജക്റ്റ് ആണ്. ഈ മൈൻഡ്ഫുൾനെസ് സിറ്റി പ്രൊജക്റ്റ് ബേസിക്കലി ഇന്ത്യ ഭൂട്ടാൻ റിലേഷൻസിനകത്ത് വരുന്ന കൺസെപ്റ്റാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി ഭൂട്ടാനിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു വിസിറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ദ ഹിന്ദുവിൻ്റെ പേജ് 12 ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ന്യൂസ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ നെയ്ബേഴ്സുമായിട്ടുള്ള ഇന്ത്യയുടെ റിലേഷൻസ് കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു വിസിറ്റ് ഇപ്പോൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ മൈൻഡ്ഫുൾനെസ് സിറ്റിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൈൻഡ്ഫുൾനെസ് സിറ്റി പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി ഡ്രിവൺ ഇനീഷ്യേറ്റീവ് ആണെന്ന് പറയാം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഈ ഭൂട്ടാനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് അവരുടെ ഒരു യുണീക്നെസ് ആയിട്ട് പറയാറുള്ളത് ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ ഈ പെർ ക്യാപിറ്റ ഇൻകം, GDP ഗ്രോത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ രാജ്യത്തിൻ്റെ ഗ്രോത്തിനെ മെഷർ ചെയ്യാൻ വേണ്ടി കണക്കാക്കുന്ന സമയത്ത് ഈ ഹാപ്പിനെസ്സിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഭൂട്ടാനീസ് സൊസൈറ്റി. അപ്പോൾ ഈ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്നൊരു ജനതയാണ് അവരെന്ന് പറയാൻ പറ്റും. അപ്പോൾ അതിന് സിമിലർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഈ മൈൻഡ്ഫുൾനെസ് സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കുറച്ചുകൂടി ഇവിടെ ജീവിക്കുന്ന ആളുകളുടെ മൈൻഡ്ഫുൾനെസ്, ഇമോഷണൽ ഇൻ്റലിജൻസ്, കമ്പാഷൻ, ജനറോസിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ സിറ്റിയുടെ ഓവറോൾ വെൽബീയിങ്ങിന് ഇതിലൂടെ ബെനിഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മൈൻഡ്ഫുൾനെസ് സിറ്റി പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈൻഡ്ഫുൾനെസ് സിറ്റി പ്രൊജക്റ്റിനെ കുറിച്ച് അപ്പോൾ എന്താണ് ഇതെന്നുള്ളൊരു കാര്യം ഒന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ന്യൂട്രിയൻ്റ് ബേസ്ഡ് സബ്സിഡി സ്കീമാണ്. ഇത് നമ്മളിതിന് മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 1 ഈ ന്യൂട്രിയൻ ബേസ്ഡ് സബ്സിഡി സ്കീമിനെ കുറിച്ച് അല്ലെങ്കിൽ NBS സ്കീമിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ബേസിക്കലി ഈ ആർട്ടിക്കിളിനകത്ത് പറയുന്നത് ഈ യൂറിയ ഫെർട്ടിലൈസേഴ്സിനെ പ്രൈസ് കൺട്രോൾ റെജീമിൻ്റെ കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇപ്പോൾ ഒരു ഡിസിഷൻ എടുത്തതാണ്. അപ്പോൾ ആ ന്യൂസിനകത്ത് ഈ ന്യൂട്രിയൻ ബേസ്ഡ് സബ്സിഡി സ്കീമിനെ കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് എടുക്കുന്നത്. അപ്പോൾ എന്താണ് ന്യൂട്രിയൻ ബേസ്ഡ് സബ്സിഡി സ്കീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ബേസിക്കലി ഈ ഫാമേഴ്സിന് ഫെർട്ടിലൈസർ സബ്സിഡി കൊടുക്കുന്ന ഒരു സ്കീമാണ്. അപ്പോൾ ആ ഫെർട്ടിലൈസറിൻ്റെ ന്യൂട്രിയൻ കണ്ടൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സബ്സിഡി വരുന്നത്. അപ്പോൾ ഈ സബ്സിഡി പ്രധാനമായിട്ടും കൊടുക്കുന്നത് നൈട്രജൻ, അതുപോലെ തന്നെ ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൾഫർ പോലുള്ള ന്യൂട്രിയൻസിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്കീം മാനേജ് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫെർട്ടിലൈസറാണ്. നമ്മുടെ മിനിസ്ട്രി ഓഫ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സിൻ്റെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫെർട്ടിലൈസറാണ്. 2010 ഏപ്രിൽ തൊട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്കീമാണ്. അപ്പോൾ ഈ സ്കീമിനകത്ത് ഗവൺമെൻറ് ഈ സബ്സിഡി ഡിറ്റർമിൻ ചെയ്യുന്നത് ബേസിക്കലി ഈ
P&K എന്ന് പറയുന്ന ഫെർട്ടിലൈസേഴ്സിനാണ്, അല്ലെങ്കിൽ ഫോസ്ഫറസിനും അതുപോലെ തന്നെ പൊട്ടാഷ്യം കണ്ടൻറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ അതിന് പെർ കിലോഗ്രാം വെച്ചിട്ടാണ് ഇവർ ഈ സബ്സിഡി കൊടുക്കുന്നത്. അപ്പോൾ ഈ സബ്സിഡി ഫിക്സ് ചെയ്യുന്നത് നമ്മുടെ ഗ്ലോബൽ ആൻഡ് ലോക്കൽ പ്രൈസസ്, എക്സ്ചേഞ്ച് റേറ്റ്, നാഷണൽ ഇൻവെൻട്രി ലെവൽ, അത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്റ്റോക്ക് എത്രത്തോളം ഉണ്ട്, ഇങ്ങനെയുള്ള ചില ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് ഈ സബ്സിഡി ഫിക്സ് ചെയ്യാറുള്ളത്. ഇനി NBSൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ P&K ഫെർട്ടിലൈസേഴ്സിൻ്റെ യൂസിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിലൂടെ ഒരു ഒപ്റ്റിമൽ ആയിട്ടുള്ള ന്യൂട്രിയൻ ബാലൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ അതിലൂടെ സോയിൽ ഹെൽത്ത് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ക്രോപ്പ് ഈൽഡ് കൂട്ടാൻ പറ്റും, അതുപോലെ തന്നെ ഫാമേഴ്സിൻ്റെ ഇൻകം അതിലൂടെ വർദ്ധിപ്പിക്കാൻ പറ്റുമെന്നാണ് ഗവൺമെൻറ് പറയുന്നത്, അല്ലെങ്കിൽ ഇതിനാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത്. അപ്പോൾ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി റാഷണൽ ആയിട്ടുള്ള, കുറച്ചും കൂടി ബാലൻസ്ഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസർ യൂസേജിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ കുറച്ചും കൂടി ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി, ഓവർ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി ബേർഡനും അതിലൂടെ കുറഞ്ഞു കിട്ടും. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് NCI-IPCയെ കുറിച്ചാണ്. സോ NCI-IPCയുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നാഷണൽ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊട്ടക്ഷൻ സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 15 ഒരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ടു സേഫ് ഗാർഡ് സൈബർ ഇൻഫ്ര ഗവൺമെൻറ് മേ പുഷ് യൂസ് ഓഫ് മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നമ്മുടെ ഇന്ത്യയിലെ സൈബർ സെക്യൂരിറ്റി ഫ്രെയിംവർക്കിനകത്തൊരു മാറ്റം, ഒരു ടെക്ടോണിക് ആയിട്ടുള്ള ഒരു വലിയൊരു ഓവർഹോൾ വരാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ നാഷണൽ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊട്ടക്ഷൻ സെൻറ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു, ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ നാഷണലി ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സൈബർ സെക്യൂരിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻസിഡൻസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏജൻസിയാണിത്. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ്. ഇന്ത്യയിൽ വന്നിട്ടുള്ള IT ആക്ടിൻ്റെ, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പറയുന്ന സെക്ഷൻ 70A ഈ ഒരു ഏജൻസിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു നാഷണൽ നോഡൽ ഏജൻസിയാണ് ഇതെന്ന് പറയാം. അപ്പോൾ ബേസിക്കലി ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ വൈറ്റലായിട്ടുള്ള ഇൻഫർമേഷൻ സിസ്റ്റം, രാജ്യത്തിലുടനീളം വൈറ്റലായിട്ടുള്ള ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഇനി ഈ വൈറ്റലായിട്ടുള്ള ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ക്രിട്ടിക്കൽ സെക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് പവർ ആൻഡ് എനർജി സെക്ടർ, ബാങ്കിങ്, ഫിനാൻഷ്യൽ സർവീസസ്, അതുപോലെ തന്നെ ഇൻഷുറൻസ് സെക്ടർ, ടെലികോം സെക്ടർ, ട്രാൻസ്പോർട്ടേഷൻ, ഗവൺമെൻറ്, സ്ട്രാറ്റജിക് ആൻഡ് പബ്ലിക് എൻ്റർപ്രൈസസ്, ഇവരുടെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചറാണ് ഈ ക്രിട്ടിക്കൽ സെക്ടേഴ്സായിട്ട് ഈ ഏജൻസി ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് കുറച്ചും കൂടി ഒരു മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ കാണേണ്ട ഒരു ടോപ്പിക്കാണ് എക്കണോമിക് ഗ്രോത്ത് വേഴ്സസ് ഇനീക്വാലിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ രാജ്യങ്ങൾ നോർമലി അവരുടെ ഒരു സമ്പദ് വ്യവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ മെഷർ ചെയ്യുന്നത് എക്കണോമിക് ഗ്രോത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഈ എക്കണോമിക് ഗ്രോത്തും ഡെവലപ്മെൻറ്റും രണ്ടാണെന്നാണ് നോർമലി ഇപ്പോൾ ഈ അമർത്യ സെന്നൊക്കെ പോലുള്ള ആൾക്കാർ പറയാറുള്ളത്. കാരണം ഈ നമ്മളൊരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഗ്രോത്തിനെ നമ്മൾ, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിനെ മെഷർ ചെയ്യുന്നത് എക്കണോമിക് ഗ്രോത്ത് വെച്ചിട്ടാണ്. എക്കണോമിക് ഗ്രോത്ത് മെഷർ ചെയ്യുന്നത് GDP ഫിഗേഴ്സ് വെച്ചിട്ടാണ്. അപ്പോൾ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു രാജ്യത്തിലെ ഒരു പെർട്ടിക്കുലർ ഒരു ഗിവൺ ടൈമിൽ, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു രാജ്യത്തിൻ്റെ ഒരു വർഷത്തിൽ ആ രാജ്യത്തിൽ ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മോണിറ്ററി വാല്യൂ ആണ് GDP എന്ന് പറയുന്നത്. അപ്പോൾ ആ രാജ്യത്തിനകത്ത് എന്ത് പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാലും ഈ GDP കൂടും. ഇപ്പോൾ ആൽക്കഹോൾ, ടുബാക്കോ, ഇതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാലും GDP കൂടും. പക്ഷേ അത് കാരണം അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം അത്രത്തോളം ഉയർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെവലപ്മെൻറ്റും എക്കണോമിക് ഗ്രോത്തും പലപ്പോഴും ഒരുമിച്ച് പോകുന്ന സംഭവമല്ല. ഒരു രാജ്യത്ത് ഹൈ എക്കണോമിക് ഗ്രോത്തും വലിയ GDP ഉണ്ടായിട്ടും ഡെവലപ്മെൻറ്റ് ഇല്ലാത്ത രാജ്യങ്ങളുണ്ടാകും. ദാറ്റ് മീൻസ് വലിയ ഇതിൽ ഇനീക്വാലിറ്റി നിലവിലുള്ള രാജ്യങ്ങളുണ്ടാകും. അപ്പോൾ ഈ എക്കണോമിക് ഗ്രോത്തും ഇനീക്വാലിറ്റിയും സാധാരണഗതിയിൽ നമ്മളൊരു ഓർഡിനറി പെർസ്പെക്റ്റീവിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രാജ്യത്തിൻ്റെ എക്കണോമി ഗ്രോ ചെയ്യുന്ന സമയത്ത് ആ രാജ്യത്തിൽ ഇനീക്വാലിറ്റി കുറയാണ് ചെയ്യേണ്ടത്. പക്ഷേ പലപ്പോഴും നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുക. എസ്പെഷ്യലി നമ്മളൊരു ക്യാപിറ്റലിസ്റ്റോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് എക്കണോമിയിലേക്ക് മാറും തോറും ഈ ഇനീക്വാലിറ്റി കൂടും എന്നാണ് പറയുക. എക്കണോമിയുടെ സൈസ് കൂടുന്തോറും ഇനീക്വാലിറ്റി കൂടും എന്നാണ് പറയുക. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്നത്തെ ദ ഹിന്ദുവിൻ്റെ പേജ് 8 അവർ ഗ്രോത്ത് മേനിയ ക്യാൻ ബി ഇഞ്ചൂറിയസ് ടു ദി സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ എക്കണോമിക് ഗ്രോത്ത് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്തിൻ്റെ സമയത്ത് ഇനീക്വാലിറ്റി കുറയുന്നതിന് പകരം കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാരണം അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്കണോമിക് ഗ്രോത്ത് ആണ്. അതായത് ദ റിച്ച് ബിക്കം റിച്ച് ആൻഡ് ദ പുവർ ബിക്കം
മോർ പുവർ എന്ന് പറയും. അപ്പോൾ നമ്മൾ US നോക്കുകയാണെങ്കിൽ 2008 അവിടെ ഈ എക്കണോമിക് ക്രൈസിസ് വന്ന സമയത്ത് അവിടെ വാൾ സ്ട്രീറ്റ് പ്രൊട്ടസ്റ്റ് എന്നറിയപ്പെടുന്ന രീതിയിൽ ഒരു കുറേ സമരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു വാൾ സ്ട്രീറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട്. അപ്പോൾ ആ സമരങ്ങളിൽ അവരുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ദ 99% എന്നാണ്. അതായത് US കുറിച്ച് പറയുമ്പോൾ പറയാറുള്ളത് US ടോട്ടൽ സമ്പദ് വ്യവസ്ഥയുടെ ഏകദേശം 90% കൺട്രോൾ ചെയ്യുന്നത് അവിടുത്തെ ഒരു 1% വരുന്ന ആൾക്കാരാണ്. അതായത് ബാക്കി 10% മാത്രമാണ് ഈ 99% ജനങ്ങളുടെ കയ്യിൽ നിന്നുള്ളതെന്നാണ് ഈ സമരക്കാരൊക്കെ പറയാറുള്ളത്. അപ്പോൾ അതിന് സിമിലർ ആയിട്ടുള്ള വേയിലേക്കാണ് ഇപ്പോൾ ഇന്ത്യയും പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. കാരണം 2021 ഓക്സ്ഫാമിൻ്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ 1% ആൾക്കാരുടെ കൺട്രോളിലാണ് ഇവിടുത്തെ നാഷണൽ വെൽത്തിൻ്റെ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ മൊത്തം സാമ്പത്തിക വ്യവസ്ഥയുടെ 45 അല്ലെങ്കിൽ 40% കിടക്കുന്നത്. അപ്പോൾ വലിയൊരു ഇനീക്വാലിറ്റി അല്ലെങ്കിൽ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ഓഫ് അസറ്റ്സ് നമ്മുടെ രാജ്യത്തും നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ഇവിടെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു വിഭാഗം ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു 1% ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് ഗ്രോ ചെയ്യും. ബാക്കിയുള്ളവരുടെ ഗ്രോത്ത് റേറ്റ് ചിലപ്പോൾ സ്റ്റാഗ്നൻറ്റോ അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള ഗ്രോത്തോ മാത്രമായിരിക്കും. അപ്പോൾ ഇത് ഈ ഇനീക്വാലിറ്റി കൂടാൻ കാരണമാവും. പിന്നെ ഉള്ളത് സ്ട്രക്ചറലായിട്ടുള്ള ഇനീക്വാലിറ്റീസ് ആണ്. അതായത് സ്ട്രക്ചറലായിട്ടുള്ള ഇനീക്വാലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള, അതായത് ഓൾറെഡി അൺഈക്വൽ ആയിട്ടുള്ള ഇനീക്വാലിറ്റിയുടെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന കമ്മ്യൂണിറ്റീസ് അവർ എല്ലാ മേഖലകളിൽ നിന്നും, ഇപ്പോൾ വിദ്യാഭ്യാസം ആണെങ്കിലും ഗവൺമെൻറ് എംപ്ലോയ്മെൻ്റ് ആണെങ്കിലും അവർക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും അവർക്കുള്ള സിവിക് കമ്മ്യൂണിറ്റീസ് ആണെങ്കിലും എല്ലാ കാര്യത്തും അവർ ഇനീക്വാലിറ്റി ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനൊക്കെ മറികടന്ന് അവർക്ക് മുന്നോട്ട് വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അതിനെയാണ് സ്ട്രക്ചറൽ ഇനീക്വാലിറ്റീസ് എന്ന് പറയാം. സോ അപ്പോൾ അത് ഈ ഇനീക്വാലിറ്റി വീണ്ടും വർദ്ധിക്കാൻ കാരണമാകും. പിന്നെ ഒന്ന് ഇൻഫോർമൽ സെക്ടറിൻ്റെ മാർജിനലൈസേഷനാണ്. അതായത് എക്കണോമിക് ഗ്രോ ചെയ്യുന്ന സമയത്ത് ഫോർമൽ സെക്ടർ ഒരു ട്രമൻഡസ് ഗ്രോത്ത് കാണിക്കുന്ന സമയത്ത് ഇൻഫോർമൽ സെക്ടർ, അസംഘടിത മേഖല എന്ന് നമ്മൾ പറയുന്ന ഏരിയാസ്, ഇന്ത്യയിലെ മെജോറിറ്റി ആൾക്കാരും ജോലി ചെയ്യുന്നത് ഇൻഫോർമൽ സെക്ടറിലാണ്. സോ ഈ അസംഘടിത മേഖലയുടെ ഗ്രോത്ത് വളരെ കുറവായിരിക്കും. അവർ വലിയ രീതിയിൽ നെഗ്ലക്റ്റ് ചെയ്യപ്പെടും. ഇപ്പോൾ ഗവൺമെൻറ് പോളിസീസ് ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർ വലിയ രീതിയിൽ നെഗ്ലക്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ പോളിസി ബയസസ്, അതായത് ഗവൺമെൻറ് കൂടുതലായിട്ട് ഈ ഫോർമൽ സെക്ടറിന് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വലിയ ഇൻഡസ്ട്രീസിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ, കാരണം അതിനുള്ള ഗ്രോത്ത് പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും, വലിയ ക്വാണ്ടിറ്റി ഓഫ് ഗ്രോത്ത് അവർക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കുന്ന സമയത്ത് ഈ MSME സെക്ടറൊക്കെ മാർജിനലൈസ് ചെയ്യപ്പെട്ടു പോകാൻ അല്ലെങ്കിൽ അവരൊക്കെ ബാക്കിലായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനുള്ള റീസൺസ് ആയിട്ട് പറയുന്നത്. ഇനി ഇതിന് മറികടക്കാനുള്ള മാർഗ്ഗങ്ങളായിട്ട് പറയുന്നത് ഒന്നൊരു ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ ഈ ബഡ്ജറ്റൊക്കെ വരുന്ന സമയത്ത് സ്ഥിരം നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കേൾക്കുന്നൊരു ടേമാണ് ഇൻക്ലൂസീവ് ഗ്രോത്ത്. അതായത് ഈ ഗ്രോത്തിനകത്ത് എല്ലാവരെയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളത്. മറ്റൊന്ന് പ്രോഗ്രസീവ് ടാക്സേഷൻ, അതുപോലെ ഈ ഇൻഫോർമൽ സെക്ടറിനൊക്കെ ഇതിനകത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ലേബർ റിഫോംസ്, ടാർഗറ്റഡ് വെൽഫെയർ പ്രോഗ്രാംസ്, ഇതൊക്കെ ഇതിനുള്ള ഒരു പരിഹാര മാർഗ്ഗങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ മനസ്സിലാക്കുക, ഈ ഒരു മാർക്കറ്റ് എക്കണോമി ആയിട്ട് നമ്മൾ മാറും തോറും എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും സംഭവിക്കുക. അത് എല്ലാ രാജ്യത്തും, ഈ നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ രാജ്യത്തും സംഭവിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിലും അതിനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത് നമുക്കൊരു കുറക്കാൻ മാത്രമേ പറ്റുള്ളൂ, അതല്ലാതെ ഒരിക്കലും ഇത് ഇല്ലാതാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്രോസ് ആൻഡ് കോൺസ് ഓഫ് സൈമൾട്ടേനിയസ് ഇലക്ഷൻസ് ആണ്. ഇതും നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് വീണ്ടും ദ ഹിന്ദുവിൻ്റെ പേജ് 8 അവരൊരു വലിയൊരു ആർട്ടിക്കിൾ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പ്രോസ് ആൻഡ് കോൺസ് ഓഫ് സൈമൾട്ടേനിയസ് ഇലക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ഇത് വരുന്നത്. ഓക്കെ, സോ ഈ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് സൈമൾട്ടേനിയസ് ഇലക്ഷൻ അല്ലെങ്കിൽ ഒരുമിച്ചുള്ള 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ പാർലമെൻറ്റിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും നടക്കുന്ന ഇലക്ഷൻസ് ഒരേ സൈക്കിളിൽ, സെയിം സൈക്കിളിൽ നടത്താൻ നോക്കുക. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെൻറ്റ് ഇലക്ഷൻ ഒരു സമയത്ത് നടക്കുന്നു, സംസ്ഥാന നിയമസഭ ഇലക്ഷൻസ് പല പല ഘട്ടങ്ങളിലായിട്ട് നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് പകരം ഇത് ഒരുമിച്ച് നടത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇന്ത്യയിൽ ഇനീഷ്യലി 1952, അതുപോലെ തന്നെ 57, 62 ഇലക്ഷൻസൊക്കെ ഇത്തരത്തിൽ വലിയൊരളവോളം സൈമൾട്ടേനിയസ് ആയിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. പാർലമെൻറ്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഒരുമിച്ചായിരുന്നു ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിനകത്ത് ബ്രേക്ക് വരാൻ തുടങ്ങുന്നത് പലപ്പോഴും സംസ്ഥാന ഗവൺമെൻറ്റുകൾ പ്രസിഡൻസ് റൂൾ ഇമ്പോസ് ചെയ്ത് പിരിച്ചുവിടപ്പെടുന്ന സമയത്ത് അവിടെ പുതിയ ഇലക്ഷൻസ് ഇടയ്ക്ക് വരേണ്ടി വരും. അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിൽ ഈ കൂട്ടുകക്ഷി മന്ത്രിസഭകളൊക്കെ വരാൻ തുടങ്ങിയതോട് കൂടിയിട്ട് ഈ ഘടകകക്ഷികളൊക്കെ ഒരു കോയിലിഷനിൽ നിന്ന് മാറുന്ന സമയത്ത് മന്ത്രിസഭ രാജിവെക്കേണ്ടി വരും. ഇങ്ങനെയുള്ള പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി വരാൻ തുടങ്ങിയപ്പോഴാണ് ഇത് പലപ്പോഴും പല സമയത്തായിട്ട് ഇത് മാറുന്നത്. അപ്പോൾ വീണ്ടും ഈ 1 നേഷൻ 1 ഇലക്ഷൻ കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ മെറിറ്റ്സ് ആയിട്ട് പറയാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇലക്ഷൻ എക്സ്പെൻസസ് കുറക്കാൻ പറ്റും എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ വോട്ടേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. കാരണം അല്ലെങ്കിൽ വോട്ടേഴ്സ് ഒരു വർഷത്തിൽ 3 അല്ലെങ്കിൽ
ഒരു 5 വർഷത്തിനകത്ത് 3 പ്രാവശ്യം വോട്ട് ചെയ്യാൻ പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. ഒരു പാർലമെൻറ്റ് ഇലക്ഷനിൽ, ലോക്സഭ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പോകണം, നിയമസഭ ഇലക്ഷന് വോട്ട് ചെയ്യാൻ പോകണം, ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡീസിൻ്റെ ഇലക്ഷനും വോട്ട് ചെയ്യാൻ പോകണം. പക്ഷേ ഇത് ആ ഒരു ഇൻകൺവീനിയൻസ് മാറ്റിയിട്ട് ഈ പാർലമെൻറ്റും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെയും കേസിൽ ഒരൊറ്റ തവണ വോട്ട് ചെയ്യാൻ പോയാൽ മതി എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഈ വോട്ടെടുപ്പിനകത്ത് പങ്കെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊന്ന്, ഈ ഫ്രീക്വൻറ്റ് ഇലക്ഷൻസ് ബേസിക്കലി സെക്യൂരിറ്റി ഫോഴ്സസിൻ്റെ ഒക്കെ ഡിപ്ലോയ്മെൻറ്റിനകത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കും. കാരണം എല്ലാ ഇലക്ഷൻസ് നടക്കുന്ന സമയത്തും, എസ്പെഷ്യലി പ്രശ്നബാധിത മേഖലകളിലൊക്കെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് വലിയ രീതിയിൽ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതുകൊണ്ട് തന്നെ നമ്മുടെ CRPF അല്ലെങ്കിൽ BSF പോലുള്ള സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസിനെ അങ്ങോട്ട് ഡിപ്ലോയ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവർ ശരിക്കും ഈ പറയുന്ന നെക്സൽ ഡ്യൂട്ടി പോലുള്ള അല്ലെങ്കിൽ ആൻറ്റി നെക്സൽ ഓപ്പറേഷൻസ് പോലുള്ള ഇൻറ്റേർണൽ സെക്യൂരിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാൻ ഓൾറെഡി ആൾ കുറവാണെന്നാണ് പറയുന്നത്. ആ സാഹചര്യത്തിൽ ഇലക്ഷൻ പേർപ്പസിന് വേണ്ടിയിട്ട് ഇവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി ടാസ്കുകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനുള്ള അവരുടെ എബിലിറ്റിനെ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇനി മറ്റൊന്ന്, ഈ ഫ്രീക്വൻറ്റ് ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാസ്റ്റ്, റിലീജിയൻ, കമ്മ്യൂണലിസം പോലുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും എക്സാസർബേറ്റ് ചെയ്യാൻ കാരണമാകും. കാരണം ഈ ഒരു നമ്മുടെ ഇന്ത്യയിൽ അതൊക്കെ നിയമപ്രകാരം നിരോധിച്ചിട്ടുള്ളതാണെങ്കിലും ഓൺ ദി ഗ്രൗണ്ട് പ്രാക്ടിക്കലി സംഭവിക്കുന്നതിൻ്റെയൊക്കെ പേരിൽ പോളറൈസേഷൻ നടത്തി വോട്ട് പിടിക്കാൻ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് സോഷ്യൽ ഡിവിഷൻ കൂടുതൽ ക്രിയേറ്റ് ചെയ്യാൻ കാരണമാണ് പലപ്പോഴായിട്ട് നടക്കുന്ന ഇലക്ഷൻസ്. ഈ പറയുന്ന സൈമൾട്ടേനിയസ് ഇലക്ഷൻ ആകുമ്പോൾ അത് കമ്പാരിറ്റീവ്ലി കുറയും എന്നുള്ളത് പറയുന്നുണ്ട്. മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഈ ഇലക്ഷൻസ് വരുന്ന സമയത്തൊക്കെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പോൾ ഈ മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ പുതിയ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകളൊന്നും നടപ്പിലാക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സ് അല്ലെങ്കിൽ ഗവൺമെൻറ് പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഗവൺമെൻറ്റിൻ്റെ എബിലിറ്റിനെ ഈ പലപ്പോഴായിട്ട് നടക്കുന്ന ഇലക്ഷൻസ് ഹിൻഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ ഒരു പരിഹാരം കണ്ടെത്താനും, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാംസും അല്ലെങ്കിൽ പോളിസി ഇൻ്റർവെൻഷൻസ് ഒക്കെ നടത്താനുള്ള ഗവൺമെൻറ്റിൻ്റെ എബിലിറ്റിനെ കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്യും ഈ പറയുന്ന സൈമൾട്ടേനിയസ് ഇലക്ഷൻസ് എന്ന് പറയാം. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ഫെഡറൽ പ്രിൻസിപ്പിൾസിനെ ഹാം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരായിട്ട് ഇത് പോകാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കേസ് എന്ന് പറഞ്ഞാൽ വോട്ടിംഗ് പാറ്റേണിനകത്ത് മേ ബി ഇത് മാറ്റങ്ങൾ വരുത്താം. കാരണം നമ്മൾ ലോക്സഭാ ഇലക്ഷനും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻസിലും ആളുകൾ ഒരേപോലെ അല്ല വോട്ട് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ കർണാടക എന്ന് പറയുന്ന സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ, കർണാടകയിൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസ് ആണ് ഭരണത്തിലേറുന്നത്. പക്ഷേ കർണാടകയിൽ കഴിഞ്ഞൊരു 3-4 പ്രാവശ്യത്തെ പാർലമെൻറ്റ് ഇലക്ഷൻസ്, എസ്പെഷ്യലി ഒരു 2014 തൊട്ടുള്ള ഈ കഴിഞ്ഞ 2 പാർലമെൻറ്റ് ഇലക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ BJPക്കാണ് ലോക്സഭാ ഇലക്ഷനിൽ മെജോറിറ്റി സീറ്റും കിട്ടുന്നത്, അവിടെ ഇറസ്പെക്റ്റീവ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആരാണെങ്കിലും. അപ്പോൾ ഇതൊരു ഡിഫറെൻറ്റ് ട്രെൻഡാണ് കാണിക്കുന്നത്. അതായത് നിയമസഭാ ഇലക്ഷനിലും പാർലമെൻറ്റ് ഇലക്ഷനിലും ജനങ്ങൾ ഒരേ രീതിയിലല്ല വോട്ട് ചെയ്യാറുള്ളത് മിക്ക സ്ഥലങ്ങളിലും. പക്ഷേ ഇത് ലോക്സഭാ ഇലക്ഷൻസും സംസ്ഥാന നിയമസഭാ ഇലക്ഷൻസും ഒരുമിച്ച് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകൾ കൂടുതലായിട്ട് നാഷണൽ പാർട്ടീസിന് വോട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ ഈ ഇലക്ഷൻ പാറ്റേൺ സെൻറ്ററിന് ഫേവറബിൾ ആയിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും ഒരു പ്രശ്നമായിട്ട് പറയുന്നു. അതുപോലെ തന്നെ മാസീവായിട്ട്, അതായത് ഇത്തരത്തിൽ ഓൾറെഡി നമ്മുടെ ഇന്ത്യയിൽ ലോക്സഭാ ഇലക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് 6ഉം 7ഉം ഘട്ടങ്ങളായിട്ടാണ് നടത്തുക. അപ്പോൾ അതിൻ്റെ കൂടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് ഇലക്ഷൻ കൂടി വരുന്ന സമയത്ത് ഇത് വലിയ രീതിയിൽ വലിയൊരു ഇലക്ഷൻ മെഷീനറി ബിൽഡ് ചെയ്യേണ്ട അവസ്ഥ വരും. അതായത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ അത്രയധികം ഉപയോഗിക്കേണ്ട അവസ്ഥ വരും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ റീജിയണൽ ഇഷ്യൂസ് അണ്ടർമൈൻ ചെയ്യപ്പെടും. കാരണം ഈ നാഷണൽ ഇഷ്യൂസിന് കൂടുതൽ പ്രാധാന്യം കിട്ടും നാഷണൽ ഇലക്ഷനും സ്റ്റേറ്റ് ഇലക്ഷനും ഒരുമിച്ച് നടക്കുന്ന സമയത്ത്. അപ്പോൾ റീജിയണൽ ഇഷ്യൂസ് മാർജിനലൈസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. റീജിയണൽ പാർട്ടീസ് മാർജിനലൈസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം നാഷണൽ പാർട്ടീസിനുള്ള റിസോഴ്സസ് ഒന്നും ഒരിക്കലും ഈ ചെറു പാർട്ടികൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ പ്രചരണത്തിലൊന്നും അവരോട് കിടപിടിച്ച് നിൽക്കാൻ അല്ലെങ്കിൽ അവരോട് മത്സരിച്ച് നിൽക്കാൻ ചെറു പാർട്ടികൾക്ക് പറ്റില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ US കാണുന്ന പോലെ ജസ്റ്റ് ഒരു 2 പാർട്ടി സിസ്റ്റം പോലെയായിട്ട് എൻറ്റയർ ഇന്ത്യയിൽ മാറാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഈ പ്രാദേശിക പാർട്ടികൾക്ക് അല്ലെങ്കിൽ റീജിയണൽ പാർട്ടീസൊക്കെ ഇതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് പറയുന്നത്. പിന്നെ മറ്റൊരു ചോദ്യം, ഇത് നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞാലും ഈ സൈമൾട്ടേനിയസ് ഇലക്ഷൻ ഒരിക്കൽ നടത്തി, പക്ഷേ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ മെജോറിറ്റി ഉള്ളൊരു ഗവൺമെൻറ് വന്നില്ല, അങ്ങനെയാണ് അവിടെ വീണ്ടും ഇലക്ഷൻ നടത്തേണ്ടി വരും. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിനകത്ത് പ്രസിഡൻസ് റൂൾ വന്നു, അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്രത്തിൽ കൃത്യമായിട്ടൊരു ഭൂരിപക്ഷം ആർക്കും വന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ എല്ലാ ഇലക്ഷനും ഒരുമിച്ച് നടത്തുമോ, അതോ ഈ പുതിയ സ്ഥലത്തേക്ക് ഒരു ഇലക്ഷൻ മാത്രം നടത്തിയിട്ട് അപ്പോൾ അവരുടെ 5 ഇയർ ടെന്യൂർ എങ്ങനെയായിരിക്കും? അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താതെ ഇതൊരിക്കലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. ഇനി അവസാനമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പ്ലേസസ് ന്യൂസ് ആണ്. അത് ജോർദാനാണ്. അപ്പോൾ ജോർദാനെക്കുറിച്ച് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് 2 ദിവസങ്ങൾക്ക് മുമ്പ് ഈ സിറിയ ജോർദാൻ ബോർഡറിലുള്ള അമേരിക്കയുടെ ഒരു മിലിറ്ററി ബേസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇറാഖിൽ നിന്നുള്ള മിലീഷ്യാസ്, ഈ ഗാസ ഇസ്രായേൽ യുദ്ധത്തിനകത്ത് ഇസ്രായേലിനെ US ആണ് പ്രധാനമായിട്ടും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഹൂത്തികൾ റെഡ് സീൽ ആക്രമണങ്ങൾ നടത്തുന്ന പോലെ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റുള്ള ബേസുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, എസ്പെഷ്യലി സിറിയ അതുപോലെ തന്നെ
ഇറാഖ് എന്നീ രാജ്യങ്ങളിലെ ബേസുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, സിറിയയിലുള്ളത് അമേരിക്കയുടെ ഇല്ലീഗൽ ബേസുകളാണ്, ആ ബേസുകൾക്കൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് അവിടെയുള്ള മിലിറ്റൻ്റ് ഓർഗനൈസേഷൻസ് ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്, എസ്പെഷ്യലി ഇറാൻ ബാക്ക്ഡ് മിലിറ്റൻ്റ് ഓർഗനൈസേഷൻസ്. അപ്പോൾ അത്തരത്തിൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ ഒരു 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയുണ്ടായി 2 ദിവസം മുമ്പ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ ഒരു ഗാസ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം, അല്ലെങ്കിൽ ഇസ്രായേൽ ഗാസയിലെ ആക്രമണങ്ങൾ തുടങ്ങിയതിന് ശേഷം കൊല്ലപ്പെടുന്ന ആദ്യത്തെ അമേരിക്കൻ സൈനികരാണ്, മിഡിൽ ഈസ്റ്റിൽ കൊല്ലപ്പെടുന്ന ഫസ്റ്റ് US കാഷ്വാലിറ്റി ആണിത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ജോർദാനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ജോർദാൻ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ഈ വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്ന റീജിയനിലാണ്. ജോർദാൻ്റെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു സെമി അരിഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ്, അതായത് റിലേറ്റീവ്ലി ലോ റെയിൻഫോൾ മാത്രം കിട്ടുന്ന ഒരു ക്ലൈമറ്റ് ആണ്. ഇനി ജോർദാനിലുള്ള അവരൊരു ലാൻഡ് ലോക്ക്ഡ് രാജ്യമായിട്ട് മാറാതിരിക്കാനുള്ള ഒരേ ഒരു കാരണം ഈ റെഡ് സീയുടെ ഭാഗമായിട്ടുള്ള ഗൾഫ് ഓഫ് അക്വബ എന്ന് പറയുന്ന ചെറിയൊരു വാട്ടർ ബോഡി ഉണ്ട്. ആ ഗൾഫ് ഓഫ് അക്വബ ജോർദാനുമായിട്ട് അതിർത്തി പങ്കിടുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ജോർദാനെയും അതുപോലെ തന്നെ ഈജിപ്തിൻ്റെ സിനായ് പെനിൻസുലനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഗൾഫ് ഓഫ് അക്കബയാണ്. ഇനി ഇവരുടെ അതിർത്തികൾ നോക്കിക്കഴിഞ്ഞാൽ ഈസ്റ്റേൺ സൈഡിലായിട്ട് സൗദി അറേബ്യ കാണാൻ പറ്റും, നോർത്ത് ഈസ്റ്റ് ആയിട്ട് ഇറാഖ്, നോർത്തായിട്ട് സിറിയ, അതുപോലെ തന്നെ വെസ്റ്റേൺ സൈഡിലായിട്ട് ഇസ്രായേൽ, അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്ക്, ഡെഡ് സീ, ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ റിവർ ജോർദാനും കാണാൻ പറ്റും. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇവരുടെ സറൗണ്ടിങ് ഏരിയാസ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.